and welcome back to my YouTube channel. I hope all of you are doing really, really well. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ക്രിസ്മസ് ഷോപ്പിംഗ് വ്ളോഗ് പോലെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പ വീട്ടിലുണ്ട്, അപ്പോൾ ഞാനും അമ്മയും കൂടി ഇച്ചിരി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ കുര്യൻസ് ക്യൂരിയോസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് നിൽക്കണേ. ഞാൻ ഷോപ്പ് ഫുള്ള് കാണിച്ചു തരാം. അപ്പോൾ ഷോപ്പിൽ അന്ന് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാടധികം ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം അവിടെ വെച്ച് സംസാരിച്ച് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളും വോയിസ് ഓവർ ആയിരിക്കും കേട്ടോ. കുര്യൻസ് ഞാൻ ലാസ്റ്റ് ഇയർ ആണ് ആദ്യമായിട്ട് അവിടെ പോയത് അമ്മയോടൊപ്പം. ആൻഡ് വെൻ ഐ വെന്റ് ദെയർ ലാസ്റ്റ് ഇയർ ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദിസ് പ്ലേസ് ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് കാണാം, നിറച്ച് സാധനങ്ങളായിരുന്നു. നമുക്ക് നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഇവിടെ എല്ലാം ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നത് വൈകുന്നേരമായിരുന്നു, രാത്രി ഒരു സമയത്തായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സ് മൂവീസിലൊക്കെ കാണുന്ന പോലെ നിറച്ച് സ്നോ വീണ് കിടക്കുന്ന പോലത്തെ ഒരു വൈബായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് അമ്മ ഇപ്രാവശ്യം അവിടെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞത്. നമ്മൾ വേറെ ഷോപ്പിലൊന്നും കാണാത്ത പോലത്തെ ഭയങ്കര യുണീക്കായിട്ടുള്ള ഭയങ്കര ക്രാഫ്റ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. ഒരുപാട് വെറൈറ്റി ഓഫ് ചോയ്സസ് ഉണ്ടാവും. നമ്മുടെ ഫ്രം വെരി സ്മോൾ ടു ബിഗ് പീസസ് വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. മരങ്ങളുണ്ടായിരുന്നു, ലൈക്ക് സ്നോ ഉള്ള ട്രീസ് ഉണ്ട്, സ്നോ ഇല്ലാത്ത ട്രീസ് ഉണ്ട്, റീത്സ് ഉണ്ട്. അതുപോലെ തന്നെ സെറാമിക്കിൻ്റെ ഒരുപാട് ബൗൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ ഈസ്റ്ററിന് അവർ വെച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ മന്ത്സ് അനുസരിച്ച് സ്റ്റോക്ക് മാറി വരും കേട്ടോ. ഈസ്റ്ററിൻ്റെ സമയമാകുമ്പോൾ ഈ ക്രിസ്മസ് സാധനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുണ്ടാവുക ഈസ്റ്ററിൻ്റെ പ്രൊഡക്ട്സുകളായിരിക്കും. എനിക്കിവിടെ ഏറ്റവും ഭയങ്കര യുണീക്കായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇതൊരു സ്മോൾ ഷോപ്പാണ്. അങ്ങനെ ഭയങ്കര ഒരുപാട് സ്പേസ് എന്നുള്ളൊരു ഷോപ്പല്ല, പക്ഷെ അവരുടെ പ്രൊഡക്ട്സ് അതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന രീതിയും ഇറ്റ്സ് വെരി ഓർഗനൈസ്ഡ് ആൻഡ് വെരി നീറ്റ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. നേറ്റിവിറ്റി സെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളവിടെ ആക്ച്വലി വന്നത്. അതായിരുന്നു നമ്മുടെ മെയിൻ എയിം. പക്ഷേ അവിടെ നിന്ന് ഇച്ചിരി അധികം സാധനം വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോയത്. എവ്രി ഇയർ നമ്മൾ എന്തെങ്കിലും ന്യൂ വാങ്ങും വീട്ടിൽ വയ്ക്കാൻ. അപ്പോൾ ഓൾഡ് സാധനങ്ങളും ന്യൂ സാധനങ്ങളും എല്ലാം കൂടിയിട്ടായിരിക്കും നമ്മൾ ഇപ്രാവശ്യം വീട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യാം. അതിൻ്റെ വീഡിയോ അമ്മയുടെ ചാനലിൽ വരുന്നുണ്ടാവും. എല്ലാവരും ആ വീഡിയോ പോയിട്ട് എന്തായാലും കാണണം. അമ്മയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആ 3 രസമുണ്ട്. രസമുണ്ട്. ചെയ്യാലോ. അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സമയം 2 മണി 2:30 ആയിരുന്നു. വിശന്നിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ റിലാക്സിലോട്ടാണ് പോയത്. വൈറ്റ്ലയിലുള്ള ലുലുവിലുള്ള ഔട്ട്ലെറ്റിൽ ഞങ്ങൾ സാധാരണ പോവാറ്. ഇവിടെ ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു. നൊയമ്പ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നല്ലോ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പോയി ഫുഡൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഞങ്ങൾ 4 പേർക്കുള്ള പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത്. എൻ്റെ റീലിൽ ഫുള്ള് ഇതായിരുന്നു. അപ്പോൾ ഇതാണ് ഓർഡർ ചെയ്തത്. ആൻഡ് ഞങ്ങൾക്ക് 4 പേർക്ക് പെർഫെക്റ്റ് ആയിരുന്നു. ആൻഡ് അവസാനം ഈ ഒരു കാരമൽ ടോഫി കേക്ക് പോലത്തെ സാധനവും വാങ്ങിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് വാസ് H&M. ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. അതിൻ്റെ ഓപ്പോസിറ്റ് പാരിസ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്.
ഞങ്ങൾ അവിടെയാണ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കാറ്, ഞാനല്ല അമ്മ. ഞങ്ങൾ അവിടെ കയറി അമ്മയുടെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഉടുപ്പൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇരുട്ടി. കുറേ സമയം, എനിക്ക് തോന്നുന്നു ഒരു 5 മണി 6 മണി 6:30 അവിടുന്ന് ഇറങ്ങിയപ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ H&Mൽ വന്നത്. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി വന്നത്. കാരണം ഞങ്ങൾക്ക് ഈ മാസം ഇച്ചിരി അധികം ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനിടാൻ ഡ്രസ്സ് എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. എൻ്റെ വാർഡ്രോബ് ഫുൾ ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, പീച്ച്, അങ്ങനത്തെ ഭയങ്കര ലൈറ്റ് ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഭയങ്കര ബേസിക് ഷെയ്ഡ്സ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഇച്ചിരിയും കൂടി കളർഫുൾ ആയിട്ടുള്ളത് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയും ഫുൾ അത് തന്നെ. ഓൾമോസ്റ്റ് എവറിത്തിങ് വാസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ ഗ്രേ ഓർ ലൈക്ക് ക്രീം, അങ്ങനത്തെ ഷെയ്ഡ്സ് ആയിരുന്നു ഓൾമോസ്റ്റ് ഒരുപാടുള്ള അവിടെ ഉണ്ടായിരുന്ന ഉടുപ്പുകളല്ല. അപ്പോൾ ഒരുപാട് നേരം നോക്കിയിട്ടാണ് എടുത്തത്. അതുകൊണ്ട് ഇച്ചിരി അധികം സമയമെടുത്തു H&Mൽ. പാർട്ടി വെയർസ് ആയിരുന്നു ഒരുപാടുണ്ടായിരുന്നത്. നമുക്ക് പാർട്ടീസിന് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. എനിക്കൊരു വൈറ്റ് കളർ സ്കേർട്ട് ഇഷ്ടമായിരുന്നു. ഞാനത് എടുത്ത് അത് സ്റ്റൈൽ ചെയ്യാനൊക്കെ നോക്കി. പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് ലെതർ പോലത്തെ, ലെതറല്ല, അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആയിരുന്നു. അതുകൊണ്ട് ഇച്ചിരി ഹെവി ഉണ്ടായിരുന്നു. പിന്നെ ഇറ്റ് വാസ് വൈറ്റ്. അപ്പോൾ പിന്നെ അതെടുത്ത് വെച്ച് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചു. ഇതുപോലത്തെ ഒരു ഷർട്ട് എനിക്കുണ്ട് ആക്ച്വലി. ഇത് ഭയങ്കര പാടാണ്, ഇത് ഭയങ്കര പെട്ടെന്ന് കേടാവും. അമ്മ ചോദിച്ചു വേണമെന്ന്, പക്ഷെ പിന്നെ അത് എടുത്തില്ല. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ രാത്രി 8 മണി 9 മണി എങ്ങാണ്ടായി. എനിക്ക് ഓർമ്മയില്ല, കാരണം വീട്ടിലെത്തി ഞാൻ നേരെ ഐ ടുക്ക് എ ഷവർ കണ്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അതുകൊണ്ട് ഔട്ട്രോ ഷൂട്ട് ചെയ്യാനുള്ള എനർജി പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ഔട്ട്രോ ഇതിൻ്റെ ഒപ്പം അങ്ങ് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, and don't forget to comment below as well. I will see you all in the next video. Bye bye.